എല്ലാവർക്കും നമസ്കാരം. വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ സെഷനുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇന്ന് വന്നിരിക്കുന്നത്. എൻ്റെ പേര് ഷൈജു. അപ്പോൾ നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലെ നമ്മുടെ മുമ്പിലേക്ക് വന്ന വളരെ പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻസ് ആണ്. ഒരെണ്ണം ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറും, രണ്ടാമത്തത് എക്സൈസ് ഇൻസ്പെക്ടറും, മൂന്നാമത്തത് ഫയർ വിമനും. വളരെ പ്രധാനപ്പെട്ട ഈ മൂന്ന് നോട്ടിഫിക്കേഷൻ നമ്മുടെ പ്രൊഫൈലിൽ ഇപ്പോൾ ലൈവായിട്ട് നിൽക്കുന്ന നോട്ടിഫിക്കേഷൻ ആണ്. നിങ്ങൾക്ക് ഓരോന്നും ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്തുകൊണ്ട് പഠനം ഇപ്പോൾ തന്നെ ആരംഭിക്കാവുന്നതാണ്. നമ്മൾ ഇപ്പോൾ റീസെൻ്റായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് LGSന്റെ റാങ്ക് പട്ടിക നിലവിൽ വന്നു, അതേപോലെ LDCയുടെ റാങ്ക് പട്ടിക നിലവിൽ വന്നു. ഇതൊക്കെ കാണുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഒരു ഗവൺമെന്റ് ജോലി നേടിയെടുക്കണം എന്ന് നമുക്ക് അത്യന്തം നല്ല രീതിയിൽ ആവേശം വരും. പക്ഷേ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ ആ ആവേശം കെട്ടടങ്ങി നമ്മൾ പഠനം ഉപേക്ഷിച്ചുകൊണ്ടാണ് പലപ്പോഴും നിൽക്കുന്ന ഒരു സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സീരിയസ് ആയിട്ട് റിസൾട്ട് ഓറിയന്റഡ് ആയിട്ട് ആഗ്രഹിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണ് നിങ്ങളെങ്കിൽ സ്വാഭാവികമായിട്ടും പരീക്ഷയെ നല്ല രീതിയിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ജോലി നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന നമ്മുടെ പ്രൊഫൈലിനകത്തോ അല്ലെങ്കിൽ നമ്മുടെ ഫേസ്ബുക്ക് പ്രൊഫൈൽ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പിന്റെ സ്റ്റാറ്റസുകളിലൊക്കെ ഇങ്ങനെ തിരിഞ്ഞും മറിഞ്ഞും കറങ്ങിയും വരുന്ന LDC 13ാമത്തെ റാങ്ക് കിട്ടി ഇന്ന ആളിന് അഭിനന്ദനങ്ങൾ, അല്ലെങ്കിൽ 19ാമത്തെ റാങ്ക് കിട്ടി ഇന്ന ആളിന് അഭിനന്ദനങ്ങൾ, ഇങ്ങനെ ഒരുപാട് അഭിനന്ദനങ്ങളും എല്ലായിടത്തും കാണാൻ സാധിക്കും. ഇതിൻ്റെയൊക്കെ പിറകില് അവര് പ്രവർത്തിച്ചത് ഒരു ചില വർഷങ്ങളുടെ കഷ്ടപ്പാടിന്റെ റിസൾട്ടാണത്. നിങ്ങൾക്ക് അവരുടെ വിജയം മാത്രമേ അറിയുള്ളൂ. പക്ഷേ ആ വിജയത്തിലേക്ക് എത്തുവാൻ കഴിഞ്ഞ 2-3 വർഷമായിട്ട് അവരെടുത്ത കഷ്ടപ്പാട് പലപ്പോഴും നമ്മൾ കാണാതെ പോകുന്നു എന്നുള്ളതാണ് വസ്തുത. ഒരു വിജയത്തിലേക്ക് എത്തുവാൻ സ്വാഭാവികമായിട്ട് ഒരുപാട് പരാജയങ്ങൾ ഏറ്റുവാങ്ങി ഒരുപാട് പരിശ്രമങ്ങൾ, സ്ഥിരോത്സാഹമായ പരിശ്രമങ്ങൾ നടത്തിയിട്ടാണ് അവസാനം നമ്മൾ വിജയത്തിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് വിജയം എന്ന് പറയുന്നത് പെട്ടെന്ന് യാദൃച്ഛികമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമല്ല. അതിൻ്റെ പിറകില് സ്ഥിരോത്സാഹമായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഫലമാണ് നമ്മൾ ഈ കാണുന്ന ഈ റാങ്ക് പട്ടികയിലെ അവരുടെ പേരുകൾ വരുന്നത്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ മുമ്പോട്ടുള്ള യാത്രയിലെ വ്യക്തമായ ഒരു സ്റ്റഡി പ്ലാൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾ ഒന്നും മൈൻഡ് ചെയ്യാതെ കൃത്യമായിട്ട് നിങ്ങൾ ആ സിലബസ് കംപ്ലീറ്റ് ചെയ്യുക. അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് മുമ്പോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ പരീക്ഷ ഏറ്റവും ഭംഗിയായിട്ട് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യുവാൻ സാധിക്കും. അതേപോലെ റാങ്ക് പട്ടികയിലെ നിങ്ങൾ ആദ്യത്തെ റാങ്കിനകത്തേക്ക് വരികയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് വ്യക്തമായിട്ട് പ്ലാൻ ചെയ്യുക, വൃത്തിയായിട്ട് പഠിക്കുക. നാളെയുടെ പുലരികൾ സർക്കാർ ജോലിയുടെ നിഴലിൽ നിന്നുകൊണ്ട് മാത്രമായിരിക്കണം. ആ ഒരു രീതിയിൽ വേണം നിങ്ങൾ മുമ്പോട്ട് പോകുവാൻ. പക്ഷേ ഈ ഒരു യാത്രയിലെ ഒരുപാട് പരാജയങ്ങളൊക്കെ ഏറ്റുവാങ്ങുമെന്നുള്ള യാഥാർത്ഥ്യത മനസ്സിലാക്കിയിട്ട് വേണം മുമ്പോട്ട് പോകുവാൻ എന്നുള്ള കാര്യം കൂടെ ഞാൻ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ ഈ ഒരു സെഷനുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ എങ്ങനെയാണ് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കേണ്ടത്, ഇനിയുള്ള ദിവസങ്ങൾ എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുൾപ്പെടെയുള്ള കംപ്ലീറ്റ് കാര്യങ്ങളാണ് പറയുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ജനറലായിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ഇന്നലെ ലൈവിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ നമ്മുടെ ലൈവ് സെഷൻ നോക്കിക്കഴിഞ്ഞാൽ അവിടെ അറിയാൻ പറ്റും. ഇവിടെ നമ്മൾ ഈ ഒരു പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ എങ്ങനെയാണ് പഠിക്കേണ്ടത്, എത്ര ഘട്ടങ്ങൾ ഉണ്ടാകും എന്നുൾപ്പെടെയുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. മക്കളെ, നമ്മുടെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിന്റെ ഈ ഒരു പരീക്ഷ നടക്കാൻ പോകുന്ന ഒരു ഏകദേശ സമയം എന്ന് പറയുന്നത് 2025 അവസാനമോ അല്ലെങ്കിൽ 2026 തുടക്കമോ ആയിരിക്കും. ആ ഒരു രീതിയിൽ വേണം നിങ്ങൾ പ്രതീക്ഷിക്കാൻ. ഇപ്പൊ 2026 തുടക്കത്തിലാണെങ്കിൽ പോലും നമ്മൾക്കൊരു 5 മാസം അല്ലെങ്കിൽ 6 മാസം നിങ്ങൾക്ക് പഠിക്കുവാൻ കിട്ടും എന്നുള്ളതാണ് വസ്തുത. അപ്പൊ ഈ 6 മാസം കൊണ്ടാണ് നമ്മൾ ഈ പരീക്ഷ ക്രാക്ക് ചെയ്യേണ്ടത് എന്ന് വ്യക്തമായിട്ട് നിങ്ങളൊരു പേപ്പറിനകത്തേക്ക് എഴുതി വെക്കണം. 6 മാസം നമുക്ക് പഠിക്കുവാൻ കിട്ടും. സോ എന്താണ് പഠിക്കേണ്ടതെന്ന് ചോദിച്ചാൽ
ഞാൻ ഈ പറയുന്ന സിലബസ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യണം. ആ സിലബസ് ഡൗൺലോഡ് ചെയ്ത് കടയിൽ പോയി പ്രിന്റ് എടുത്ത് നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ സൂക്ഷിക്കണം. ഫോണിനകത്തല്ല, കയ്യിൽ സൂക്ഷിക്കണം. ഏകദേശം ഒരു 5-6 പേജേ വരത്തുള്ളൂ. സിലബസിന്റെ ഹാർഡ് കോപ്പി എടുക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. അതിൽ നിങ്ങൾ പരാജയപ്പെട്ടാൽ അത് പഠനത്തിനെയും റിസൾട്ടിനെയും കാര്യക്ഷമമായിട്ട് അത് ബാധിക്കും. അപ്പൊ ഞാൻ പറയുന്ന കാര്യങ്ങൾ വൃത്തിയായിട്ട് നിങ്ങൾ ചെയ്യുക. സിലബസിന്റെ ഹാർഡ് കോപ്പി എടുക്കുക, പ്രിന്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കുക. ഒരു 6-7 പേജുകളായിരിക്കും ഉണ്ടാകുന്നത്. അപ്പോ നിങ്ങൾ ആദ്യമേ നിങ്ങളുടെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്യുക. PSC പ്രൊഫൈൽ ഓപ്പൺ ചെയ്തിട്ട് അവിടെ 211/2025 എന്ന് പറയുന്ന തസ്തിക നിങ്ങൾ അപ്ലൈ ചെയ്യുക. അപ്പൊ ആദ്യ ഘട്ടം നമ്മൾ അപ്ലൈ ചെയ്തു. രണ്ടാമത് സിലബസിന്റെ ഹാർഡ് കോപ്പി പ്രിന്റ് ഔട്ട് എടുക്കുക എന്നുള്ളതാണ്. സിലബസിന്റെ ഹാർഡ് കോപ്പി ഇല്ലാത്തവര് ഈ ഒരു വീഡിയോയ്ക്ക് താഴെ നമ്മൾ ഒരു വാട്സപ്പ് ഗ്രൂപ്പിന്റെ ഒരു ലിങ്ക് അവിടെ നമ്മൾ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ വാട്സപ്പ് ഗ്രൂപ്പിനകത്തേക്ക് നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നിന്നും ഫ്രീ ആയിട്ട് സിലബസിന്റെ ഹാർഡ് കോപ്പി നിങ്ങൾക്ക് പ്രിന്റ് ഔട്ട് എടുക്കാൻ സാധിക്കും. ആ പ്രിന്റ് ഔട്ട് എടുത്ത് വെച്ചതിന് ശേഷം നിങ്ങൾ ഓരോ ദിവസങ്ങളും എന്താണോ പഠിക്കുന്നത് അത് വ്യക്തമായിട്ട് ആ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പ്രിന്റ് ഔട്ടില് വരച്ചു പോകണം. അത് നിങ്ങളിങ്ങനെ ഇന്ന് പഠിക്കുന്ന കാര്യങ്ങൾ നാളെ റിവൈസ് ചെയ്യണം. എന്നിട്ട് നാളെയും കൂടെ പഠിക്കുക. നാളെ പഠിക്കുന്ന കാര്യങ്ങളും ഈ 2 ദിവസത്തെ കാര്യങ്ങളും 3-ാമത്തെ ദിവസം നിങ്ങൾ റിവൈസ് ചെയ്യുക. അങ്ങനെ പഠനവും റിവിഷനുമായിട്ട് അടുത്ത 6 മാസം നിങ്ങൾ പരമാവധി സമയം പഠനത്തിലേക്ക് കേന്ദ്രീകരിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഈ ഒരു ബീറ്റുമായിട്ട് ബന്ധപ്പെട്ട കംപ്ലീറ്റ് കാര്യങ്ങളാണ്. നിലവിലെ റാങ്ക് ലിസ്റ്റ്, അതായത് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന റാങ്ക് ലിസ്റ്റ് ഈ കഴിഞ്ഞു പോയ ഡിസംബറിന്റെ അവസാനമാണ് നിലവിൽ വന്നത്. 11-ാം തീയതി മുതൽ ആ മാസം അവസാനം വരെ വിവിധ ജില്ലകളിലായിട്ടാണ് അത് വന്നത്. അപ്പോൾ ഡിസംബർ 11-ാം തീയതി മുതൽ അങ്ങോട്ട് ഏകദേശം ഒരു 6-7 ഘട്ടങ്ങളായിട്ടാണ് വിവിധ ജില്ലകളിലെ റാങ്ക് പട്ടിക നിലവിൽ വന്നത്. അങ്ങനെ ഈ 2024 ഡിസംബറിന്റെ അവസാനം നിലവിൽ വന്ന റാങ്ക് പട്ടിക അവസാനിക്കുന്നത് 2027 11-ാം മാസം. അപ്പൊ 2027 പുതിയ റാങ്ക് പട്ടിക നിലവിൽ വരണം. സ്വാഭാവികമായിട്ടും വന്യജീവി ആക്രമണമൊക്കെ പെരുകിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോഴല്ലേ. നിങ്ങൾ എപ്പോഴും വാർത്തകളിൽ കേൾക്കാൻ പറ്റും വന്യജീവികൾ ഇറങ്ങി ആൾക്കാരെ ആക്രമിക്കുന്നു, അല്ലെങ്കിൽ വനസമ്പത്ത് കൊള്ളയടിക്കപ്പെടുന്നു. ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ, ഈ വനസമ്പത്ത് സൂക്ഷിക്കുക അല്ലെങ്കിൽ വന്യജീവികളെ സംരക്ഷിക്കുക എന്നുള്ളതൊക്കെയാണ് സാധാരണ ഒരു ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരുടെ ജോലി എന്ന് പറയുന്നത്. അപ്പോൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലെ ആളുകളുടെ എണ്ണം വളരെ കുറവാണെന്ന് പൊതുവെ ജനങ്ങൾക്കിടയിലും അതേപോലെ പ്രതിപക്ഷ പാർട്ടികളൊക്കെ ആരോപിക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പൊ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് കാര്യക്ഷമമായിട്ടുള്ള ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുത്തുകൊണ്ട് ആ ഒരു പ്രശ്നം പരിഹരിക്കുക എന്നുള്ളത് ഗവൺമെന്റിന്റെ ഒരു അജണ്ടയാണ്. അതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് ഈ പറയുന്ന നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് മക്കളെ, ഇതൊരു വലിയ പ്രോസസ്സാണ്. ഇത് പെട്ടെന്നൊരു റാങ്ക് പട്ടിക നമുക്ക് തയ്യാറാക്കി എടുക്കാൻ സാധിക്കത്തില്ല. കാരണം ഇത് ആദ്യമേ ഒരു റിട്ടൺ എക്സാം ഉണ്ട്. ആ റിട്ടൺ എക്സാം എഴുതി ക്ലിയർ ആവുന്ന ഉദ്യോഗാർത്ഥികളെ അവര് എൻഡ്യൂറൻസ് ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു സാധനത്തിലേക്ക് വിളിക്കുക. 2 കിലോമീറ്റർ ഓടണം. അത് ചിലപ്പോൾ 100 പേര് പോയി കഴിഞ്ഞാൽ 4 പേർക്കൊക്കെ ആയിരിക്കും കിട്ടുന്നത്. വളരെ ചുരുക്കം ചില ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമേ എൻഡ്യൂറൻസ് ക്ലിയർ ചെയ്യാൻ സാധിക്കാറുള്ളൂ. അപ്പൊ അതുകൊണ്ട് ആദ്യമേ അവർ എൻഡ്യൂറൻസ് നടത്തും. ആ എൻഡ്യൂറൻസ് നടത്തിയെടുക്കുന്ന ഉദ്യോഗാർത്ഥികളെ അവർ ഫിസിക്കൽ മെഷർമെന്റിന് വിളിക്കും. ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു എത്രയാ ഹൈറ്റ് വേണ്ടതെന്നൊക്കെ. അവിടെയും കുറച്ച് ഉദ്യോഗാർത്ഥികൾ ഫിസിക്കൽ മെഷർമെന്റിൽ പരാജയപ്പെട്ടുകൊണ്ട് പോവും. പിന്നെ ബാക്കിയുള്ള ഉദ്യോഗാർത്ഥികളെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിന് വേണ്ടിയിട്ട് വിടുന്നു. അതായത് 8 ഐറ്റത്തിലെ 5 എണ്ണം ക്ലിയർ ചെയ്യണം. അങ്ങനെ റിട്ടൺ എക്സാമും അതേപോലെ
ഈ പറയുന്ന എൻഡ്യൂറൻസ് ടെസ്റ്റും ഫിസിക്കൽ മെഷർമെന്റും ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റും ഈ ഘട്ടങ്ങളൊക്കെ പൂർത്തിയായ ഉദ്യോഗാർത്ഥികള് അവസാനം നമ്മൾ 6 മാസത്തെ ട്രെയിനിങ്ങിന് വേണ്ടി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് കടക്കുകയാണ്. അങ്ങനെ അവരുടെ ജീവിതം നമ്മൾ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എന്ന ലേബലിലേക്ക് മാറുകയാണ്. ഇതാണ് ഒരു ഘട്ടം എന്ന് പറയുന്നു കഴിഞ്ഞാൽ. അപ്പൊ നമ്മുടെ ആദ്യ ഘട്ടം എന്ന് പറഞ്ഞാൽ നമ്മൾ അപ്ലൈ ചെയ്തു, സിലബസിന്റെ ഹാർഡ് കോപ്പി എടുത്ത് മുമ്പിൽ വെച്ചു. ഇനി എന്താണ് പഠിക്കേണ്ടത്? ടൈം ടേബിൾ അറേഞ്ച് ചെയ്തുകൊണ്ട് പഠിക്കണം. നിങ്ങൾ ഒരു ദിവസം എത്ര മണിക്കൂറാണോ പഠിക്കാൻ പോകുന്നത് അത് മുൻകൂട്ടി കണ്ടുകൊണ്ട്, നാളെ ചൊവ്വാഴ്ച ദിവസമാണ്, നാളെ ഞാൻ പഠിക്കാൻ പോകുന്നത് 2 മണിക്കൂറാണെങ്കിൽ നിങ്ങൾ വ്യക്തമായിട്ട് 2 മണിക്കൂർ എന്താണോ പഠിക്കാൻ പോകുന്നത് അതൊരു പേപ്പറിനകത്ത് 3 ദിവസം മുമ്പേ എഴുതി വെക്കണം. ഞാൻ ചൊവ്വാഴ്ച ഇന്ന സാധനങ്ങളൊക്കെയാണ് പഠിക്കാൻ പോകുന്നത്, ബുധനാഴ്ച ഇന്ന സാധനങ്ങളൊക്കെയാണ് പഠിക്കാൻ പോകുന്നത്, വ്യാഴാഴ്ച ഇന്ന സാധനങ്ങളൊക്കെയാണ് പഠിക്കാൻ പോകുന്നത്. അത് വ്യക്തമായിട്ട് നമ്മളൊരു പേപ്പറിനകത്തോട്ട് വൃത്തിയായിട്ട് എഴുതി വെച്ചിട്ട് നിങ്ങൾ നോക്കുക ചൊവ്വാഴ്ച ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടോയെന്ന്. ആദ്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം നമ്മൾ മറ്റുള്ള കാര്യങ്ങൾ തിരക്കുകളൊക്കെ ആയിട്ട് അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ ആദ്യമേ പറ്റുന്നില്ലെങ്കിൽ പോലും പിന്നീട് നിങ്ങൾ ആ ഒരു ട്രാക്കിലേക്ക് വരും. അങ്ങനെ 6 മാസം കൊണ്ട് നമ്മൾ ഈ പറയുന്ന രീതിയിലെ ഈ കൃത്യമായ സിലബസിന്റെ സഹായത്തോടു കൂടി നിങ്ങൾക്ക് ഈ പറയുന്ന ഈ എൻറ്റയർ സിലബസ് ഈ സമയത്തിനുള്ളിൽ ഏറ്റവും ഭംഗിയായിട്ട് അവസാനിപ്പിക്കുവാൻ സാധിക്കും. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2-3 ദിവസം കഴിയുമ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒന്നും കൂടെ റിവിഷൻ നടത്തി ഏറ്റവും അവസാനം ഒരു ദിവസം ഒരു മോക്ക് എക്സാം ഒക്കെ എഴുതി നമ്മുടെ ലക്ഷ്യം എപ്പോഴും ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എങ്ങനെ തയ്യാറെടുക്കണം എന്നുള്ളതുമായിട്ട് ബന്ധപ്പെട്ടതുള്ളതായിരിക്കണം. അപ്പൊ ഇതിനിടയിൽ വരുന്ന എല്ലാ പരീക്ഷകളും നിങ്ങൾക്ക് എഴുതുവാൻ സാധിക്കും. കാരണം ഇവിടെ നമ്മൾ ഈ പറഞ്ഞ സ്പെഷ്യൽ ടോപ്പിക് 20 മാർക്കിന്റെ ബാക്കിയുള്ള 80 മാർക്ക് എന്ന് പറഞ്ഞാല് ബാക്കിയുള്ള പരീക്ഷകളുടെ എല്ലാം കോമൺ ആയിട്ട് വരുന്ന സിലബസ് ആണ്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നത് ഇവിടെ ഒരു 80 മാർക്കിന്റെ ഒരു കൃത്യമായ ഒരു പഠനത്തിലേക്ക് നിങ്ങൾ കേന്ദ്രീകരിച്ചു കൊണ്ട് പോകുന്ന സമയത്ത് തന്നെ മറ്റുള്ള പരീക്ഷകൾക്ക് കൂടി നിങ്ങൾ അതേ പാറ്റേണിൽ തയ്യാറെടുക്കുന്നു എന്നുള്ളതാണ് വസ്തുത. അതിനുശേഷം നിങ്ങൾ ഈ പറയുന്നത് പോലെ നമ്മുടെ ഒരു എക്സാമിനേഷൻ ഡേറ്റ് വരുന്നതിന് തൊട്ട് മുമ്പേ ആയിട്ട് ഈ 80 മാർക്കിന്റെ ഈ ഒരു സിലബസിനകത്ത് നിന്നും നമുക്കൊരു 60 മാർക്കെങ്കിലും മിനിമം അടിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് നിങ്ങൾ പഠന നിലവാരം ഉയർത്തി കഴിഞ്ഞാൽ ഏറ്റവും അവസാനം വരുമ്പോൾ സ്പെഷ്യൽ ടോപ്പിക്കുകൾ ലൈവ് സെഷനിൽ കൂടെ ഇവിടുത്തെ അധ്യാപകർ കൃത്യമായിട്ട് നിങ്ങളെ പഠിപ്പിക്കും. അപ്പൊ നമുക്കൊരു 2 മാസം കൊണ്ട് ഈ സ്പെഷ്യൽ ടോപ്പിക്കും കൂടെ കവർ ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ആ 20-നകത്തുനിന്ന് ഒരു 10-12 അല്ലെങ്കിൽ 15 മാർക്ക് അടിച്ചാൽ പോലും ഏറ്റവും നല്ല ഒരു മാർക്കിലേക്ക് നിങ്ങൾ ഉയർന്നു പോകും എന്നുള്ളതാണ് വസ്തുത. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഈ പറയുന്നത് പോലെ ഈ നോട്ടിഫിക്കേഷൻ വന്നത് അവിടെ നിൽക്കട്ടെ, ഇനി എപ്പോഴാണ് പരീക്ഷ, ആ പരീക്ഷ ഡേറ്റ് വരട്ടെ എന്നിട്ട് പഠിക്കാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന കാര്യങ്ങളൊന്നും കൃത്യമായിട്ട് നടക്കത്തില്ല. നിങ്ങൾ ഈ എക്സാമിനേഷൻ ഡേറ്റിന് ശേഷം നിങ്ങൾ പഠിക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ എത്തിക്കാൻ പറ്റുന്നത് ഒരു 20, 25 അല്ലെങ്കിൽ 30 മാർക്കോ അല്ലെങ്കിൽ അങ്ങ് അറ്റം പോയ 40 മാർക്കായിരിക്കും. ഈ 40 മാർക്ക് എത്തിക്കുക എന്ന് പറഞ്ഞാലേ നമ്മുടെ ലിസ്റ്റിനകത്തേക്ക് നമ്മളൊരു സേഫ് സോണിലേക്ക് വരുത്തില്ല എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് നോട്ടിഫിക്കേഷൻ വന്നു നമ്മൾ വരുന്നു എന്ന് പറഞ്ഞു, അതിനുശേഷം ഒരാഴ്ചക്ക് ശേഷം അത് കൃത്യമായിട്ട് വന്നു. ഇനിയുള്ള ദിവസങ്ങൾ നിങ്ങൾ എങ്ങനെയാണോ കൃത്യമായിട്ട് പ്രയോജനപ്പെടുത്തുന്നത് അതിന്റെ റിസൾട്ട് ആയിരിക്കും നിങ്ങളുടെ പേര് അടുത്ത ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിന്റെ റാങ്ക് പട്ടിക വരുമ്പോൾ നിങ്ങളുടെ പേര് എവിടെ വരണം എന്നുള്ള കാര്യം നിങ്ങൾ ഇപ്പോൾ ഡിസൈഡ് ചെയ്യുക. നിങ്ങളുടെ പേര് റാങ്ക് പട്ടികയുടെ നടുക്കോ അല്ലെങ്കിൽ അവസാനമോ വന്നാൽ മതിയെങ്കിൽ നിങ്ങൾ എക്സാമിനേഷൻ ഡേറ്റ് വന്നതിന് ശേഷം പഠിച്ചാൽ മതി. അതല്ല, നിങ്ങളുടെ പേര് റാങ്ക് പട്ടികയുടെ ആദ്യ ഭാഗത്ത് നിങ്ങളുടെ പേര് വരണമെങ്കിൽ നിങ്ങൾ കുഞ്ഞുങ്ങളെ ഇപ്പൊ തന്നെ നിങ്ങൾ പഠനം തുടങ്ങിയെങ്കിൽ മാത്രമേ ഈ പറഞ്ഞ രീതിയിലെ പരീക്ഷ ക്രാക്ക് ചെയ്യുവാൻ സാധിക്കത്തുള്ളൂ. കാരണം ഇതിപ്പോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഒരുവിധപ്പെട്ട എല്ലാ ഉദ്യോഗാർത്ഥികളും ഈ 10ാം ക്ലാസ് കഴിഞ്ഞവരാണെങ്കിലും അല്ലെങ്കിൽ ഒരു 18 വയസ്സ് പൂർത്തിയായി ഇപ്പം കേരളത്തിലുള്ള മിക്ക കുട്ടികളും ഒരു PSC പരീക്ഷയ്ക്ക് ഇപ്പൊ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ആ ഒരു വസ്തുത മനസ്സിലാക്കണം. അതായത് ഓരോ ദിവസങ്ങൾ മുമ്പോട്ട് പോകുന്തോറും കോമ്പറ്റീഷൻ കൂടിക്കൊണ്ടിരിക്കുക. അടുത്തത് ഞാൻ പിടിക്കാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാല് കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാല് ഓരോ ദിവസങ്ങൾ കഴിയും തോറും കൂടിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള വസ്തുത നിങ്ങൾ മറന്നു പോരുത്. അപ്പൊ അതുകൊണ്ട്
എൻ്റെ ഈ വാക്കുകൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുവാൻ നിങ്ങൾ ഇപ്പോൾ തന്നെ പഠനം തുടങ്ങുക. മാത്രമല്ല, കൃത്യമായിട്ട് സ്റ്റെബിലിറ്റിയോടുകൂടി നിങ്ങൾ പഠനം മുമ്പോട്ട് കൊണ്ടുപോകണം എന്നുള്ള കാര്യം കൂടെ ഞാൻ ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങളെ ഓർമ്മപ്പെടുത്തുവാണ്. അവിടെ നിങ്ങൾ ഒരു സ്റ്റെബിലിറ്റി ഇല്ലാതെ ഇന്ന് 5 മണിക്കൂർ പഠിച്ചു, നാളെ 7 മണിക്കൂർ പഠിച്ചു, മറ്റന്നാൾ ഒന്നും പഠിച്ചില്ല, അത് കഴിഞ്ഞ് ഒന്നും പഠിച്ചില്ല, പിന്നെ ഒന്നും പഠിച്ചില്ല, അടുത്ത ആഴ്ച അങ്ങനെ പോയി കഴിഞ്ഞാല് നമുക്ക് ഇതിനകത്തൊരു വ്യക്തമായിട്ടുള്ള ഒരു റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കത്തില്ല. എടാ, നിങ്ങള് എല്ലാ ദിവസവും ഒരു 3 മണിക്കൂർ സമയം പഠനത്തിന് വേണ്ടി മാറ്റി വെച്ചൂടെ? പോട്ടെ, 2 മണിക്കൂർ മാറ്റി വെക്കാൻ പറ്റുമോ? മതി. ആ 2 മണിക്കൂർ നിങ്ങൾ എല്ലാവിധ സോഷ്യൽ നെറ്റ്വർക്കുകളിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ആ 2 മണിക്കൂർ വൃത്തിയായിട്ട് പഠനത്തിന് വേണ്ടി മാത്രമായിട്ട് പ്രയോജനപ്പെടുത്തുക. സിലബസ് നോക്കിയിട്ട് അങ്ങനെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ലിമിറ്റഡ് സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് പരീക്ഷ ക്രാക്ക് ചെയ്യുവാൻ സാധിക്കും. അങ്ങനെ പഠിച്ചവരാണ് ഈ കഴിഞ്ഞു പോയ LGSന്റെ റാങ്ക് പട്ടികയുടെയും LDCയുടെ റാങ്ക് പട്ടികയുടെയും ആദ്യ ഭാഗത്ത് അവരുടെ പേര് വന്നത്. അല്ലാതെ അവർ പരീക്ഷയുടെ ഡേറ്റ് വന്നതിന് ശേഷം പഠിച്ച ഉദ്യോഗാർത്ഥികളല്ല. കുറെ കാലമായിട്ട് അവർ നടത്തിയ ആത്മാർത്ഥ പരിശ്രമത്തിന്റെ റിസൾട്ടാണ് ഇന്ന് അവര് റാങ്ക് പട്ടികയുടെ ആദ്യ ഭാഗങ്ങളിലേക്ക് അവരുടെ പേരുകൾ എത്തിച്ചേരുവാൻ സാധിച്ചതെന്നുള്ള വസ്തുത നിങ്ങൾ ഒരിക്കലും മറന്നു പോകാൻ പാടില്ല. ഇനി നമുക്ക് സിലബസിലേക്ക് പോകാം. കുഞ്ഞുങ്ങളെ, നമ്മുടെ സിലബസിലേക്ക് നിങ്ങൾ ഏറ്റവും കൂടുതൽ കേന്ദ്രീകരിക്കേണ്ടത് ഇവിടെ കിടക്കുന്ന 20 മാർക്ക് ഉണ്ടല്ലോടാ, ഈ കിടക്കുന്ന 20 മാർക്ക്, അതെന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ ടോപ്പിക്കാ. അവിടെ നിങ്ങൾ ഒരു കാരണവശാലും വിട്ടുവീഴ്ച മനോഭാവം നടത്താൻ പാടില്ല. അതേപോലെ തന്നെ മലയാളം 10 മാർക്ക്, ഇംഗ്ലീഷ് 10 മാർക്ക്, കണക്ക് 10 മാർക്ക്. അപ്പൊ എത്ര മാർക്കായി? കൃത്യം 50 മാർക്ക് അവിടുന്ന് തന്നെ നമുക്ക് ഒപ്പിക്കാൻ പറ്റും. അപ്പോൾ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം സ്പെഷ്യൽ ടോപ്പിക്ക് ഈ 50 മാർക്കിലായിരിക്കണം നമ്മുടെ കോൺസെൻട്രേഷൻ മൊത്തം. അവിടുന്ന് നമ്മൾ പരമാവധി മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റണം. കാരണം ഈ ഭാഗങ്ങൾക്ക് അപ്ഡേറ്റുകളില്ല. നിങ്ങൾ കണക്കിന്റെ ശരാശരി പഠിച്ചാൽ എന്നാണെങ്കിലും ശരാശരി തന്നെയാ, മാറ്റമൊന്നുമില്ല. ആ പഠിച്ച കാര്യങ്ങളൊന്ന് മറന്നു പോകാതെ വൃത്തിയായിട്ട് ഫോർമുലയാക്കി ഒരു ബുക്കിനകത്തേക്ക് എഴുതി വെച്ചിട്ട് സ്ഥിരമായിട്ട് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് പോയാൽ മതി. നിങ്ങൾക്ക് ഒരുപാട് സമയമുണ്ട്. ആ സമയം നിങ്ങൾ കൃത്യമായിട്ട് വിനിയോഗിച്ചുകൊണ്ട് ഈ പറയുന്ന സിലബസ് നല്ല രീതിയിൽ കവർ ചെയ്ത് പോയാൽ മതി. പിന്നെ നമ്മുടെ ഏറ്റവും കൂടുതൽ മാർക്ക് വരുന്നത് ഇന്ത്യൻ ഭരണഘടന 8 മാർക്ക്. കണ്ടോ, 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻ അവിടെ. അത് കഴിഞ്ഞാൽ പിന്നെ കറണ്ട് അഫേഴ്സ് 10 മാർക്കാ. കണ്ടോ, അപ്പൊ ഇന്ത്യൻ ഭരണഘടന, കറണ്ട് അഫേഴ്സ് വലിയ പ്രാധാന്യം കൊടുക്കേണ്ട 2 വിഷയങ്ങളാണ്. സോ മാർക്ക് നോക്കിയിട്ട് വേണം നിങ്ങൾ പഠിക്കാൻ. നിങ്ങൾ പഠിക്കുന്ന ഒരു സാധനം നിങ്ങൾ പഠിക്കാൻ വേണ്ടി പഠിക്കരുത്. ആരെയെങ്കിലും ബോധിപ്പിക്കാനോ ആരെയെങ്കിലും കാണിക്കാനോ വേണ്ടി പഠിക്കരുത്. നിങ്ങൾക്ക് 4 മാർക്ക് കിട്ടുന്ന ടോപ്പിക് എടുത്ത് വെച്ച് പഠിക്കണം. നിങ്ങൾക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാല് കേരളം ഭരണ സംവിധാനം എന്ന് പറയുന്ന ടോപ്പിക്ക് നിങ്ങൾക്ക് ഇഷ്ടമല്ലെന്ന് കരുത്. ഇഷ്ടമല്ലാത്തൊരു സാധനം നിങ്ങൾ ആദ്യമേ എടുത്ത് വെച്ച് പഠിക്കരുത്. കാരണം അവിടെ 3 മാർക്കേ ഉള്ളൂ. അതങ്ങ് പൂർണ്ണമായിട്ട് ഒഴിവാക്കിയാലും വലിയ നഷ്ടമൊന്നും നമുക്കില്ല, ബാക്കി പിന്നെയും കിടക്കുമല്ലേ. അപ്പോ ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന ഈ സിലബസ് നോക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ മാർക്ക് എവിടെയാണോ വന്നിരിക്കുന്നത് ആ ഭാഗം നിങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പഠിക്കണം. അവിടുന്ന് പരമാവധി മാർക്ക് നമുക്ക് അടിക്കാൻ പറ്റണം. അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഹിസ്റ്ററിയും ജോഗ്രഫിയും എക്കണോമിക്സും കൂടെ ചേർത്തിട്ട് 15 മാർക്കുണ്ട്. അത് വലിയൊരു ഭാഗമാണ് 15 മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതേപോലെ തന്നെ പിന്നെ ബയോളജിയുടെ ഭാഗത്ത് 4 മാർക്കും കെമിസ്ട്രിയും ഫിസിക്സും 3 6 മാർക്ക്. ഏറ്റവും അവസാനം കലാകായികം, സാഹിത്യം, സംസ്കാരം എന്ന് പറയുന്ന ഭാഗത്ത് നിന്നും 4 മാർക്കിന്റെ. ഇങ്ങനെ 100 മാർക്കിന്റെ ഒരു സിലബസ് ആണ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. അത് നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചോണം. ഇനി നിങ്ങൾ സിലബസിന്റെ ഹാർഡ് കോപ്പി ഞാൻ അയച്ചു തരാം. എന്താണോ പഠിക്കുന്നത് നമ്മൾ ഇന്ന് പഠിക്കാൻ തുടങ്ങി. എൻ്റെ വാക്കുകൾ കേട്ടു, നിങ്ങൾ പെട്ടെന്ന് തന്നെ പോയിട്ട് അപ്ലൈ ചെയ്തു, ഹാർഡ് കോപ്പി എടുത്ത് വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചു. ഇന്ന് നമ്മൾ പഠിക്കാൻ തുടങ്ങുക. ഇന്ന് പഠിക്കാൻ തുടങ്ങിയ സമയത്ത്
നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു ഭാഗമാണ് ഏത്? നമ്മുടെ കേരളത്തിലെ ദേശീയ പ്രസ്ഥാനങ്ങൾ എന്ന് പറയുന്ന ഭാഗം. നിങ്ങൾ കേരളത്തിലെ ദേശീയ പ്രസ്ഥാനങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ആധികാരികമായുള്ള ഒരു വായനയും വീഡിയോ ക്ലാസ്സുകളും ഒന്ന് കണ്ടു നോക്കിക്കേ. കേരളത്തിലെ ദേശീയ പ്രസ്ഥാനങ്ങൾ എന്ന് പറയുന്ന ഭാഗം 2 മണിക്കൂർ നിങ്ങൾ സ്പെൻഡ് ചെയ്തപ്പോൾ ആ ഒരു വലിയൊരു സബ് ടോപ്പിക്കിന്റെ 20% നോളജ് നിങ്ങളിലേക്ക് എത്തിയില്ലേ? എത്തിയോ? നിങ്ങൾക്ക് ഇന്നത് തീർക്കാൻ സാധിച്ചില്ലെങ്കിൽ നാളെ അതിന്റെ ബാക്കി എടുത്തു വെച്ച് പഠിക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ മറ്റൊരു ഭാഗം ഇന്ത്യൻ ചരിത്രത്തിലെ വർത്തമാന പത്രങ്ങൾ എന്ന് പറയുന്ന ഭാഗത്തിലേക്ക് പോയാലും മതി. ഇതെല്ലാം നമ്മൾ തീർക്കേണ്ട ഭാഗങ്ങളാ. അപ്പൊ ഞാന് വർത്തമാന പത്രങ്ങൾ എന്ന് പറയുന്ന ഭാഗം ഇന്ന് വൃത്തിയായിട്ട് അങ്ങ് പഠിച്ചു, എല്ലാം പഠിച്ചു കഴിഞ്ഞാൽ ഞാൻ ആ ബുക്ക് പേപ്പർ എടുത്ത് വെച്ചിട്ട് അങ്ങോട്ട് വരച്ചു വെക്കുക. ഏതാ? ഇത് കഴിഞ്ഞു, ഇതിങ്ങനെ വരച്ചു വെക്കണം. നമ്മൾ കഴിഞ്ഞ സാധനമാ, ഇത് വരച്ചു വെക്കുക. 2 ദിവസം കഴിയുമ്പോൾ നമ്മൾ ആ പേപ്പർ എടുത്ത് നോക്കുമ്പോൾ ഞാൻ വർത്തമാന പത്രങ്ങൾ കഴിഞ്ഞതാ, ആ വർത്തമാന പത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിച്ചതൊക്കെ ഓർമ്മയിലുണ്ടോ നോക്കുക. പെട്ടെന്ന് 1-2 പോയിന്റ് മറന്നുപോയി, ബുക്ക് എടുക്കുക. നോട്ട്ബുക്ക് നിങ്ങൾ തയ്യാറാക്കി വെച്ചിട്ടില്ലേ? പഠിക്കുന്ന കൂടെ നോട്ടും കൂടെ എഴുതി പോണം. നോക്കുക, ഓക്കെ ഫൈൻ. ഇതിങ്ങനെ തുടർന്നുകൊണ്ടേ പോകണം. എന്നാൽ നിങ്ങൾ പഠിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ വലിയൊരു പഠനമില്ലെങ്കിൽ പോലും അതിനകത്ത് നിന്ന് ഭേദപ്പെട്ട ഒരു റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ ചെറിയ സമയം പഠിച്ചാലും മതി, നമുക്ക് വിജയത്തിലേക്ക് എത്താൻ സാധിക്കും. പക്ഷെ അത് കൺസിസ്റ്റന്റ് ആയിരിക്കണം. ഇന്ന് പഠിച്ചു, നാളെ പഠിച്ചു, മറ്റന്നാൾ പഠിച്ചു, അങ്ങനെ പോകണം. നമ്മൾ ഇന്ന് ഇൻസ്റ്റഗ്രാമിൽ നമ്മളൊരു 3 മണിക്കൂർ സമയം സ്പെൻഡ് ചെയ്തു. നാളെ നമ്മളത് എന്തായാലും 3 മണിക്കൂർ കുറയ്ക്കുവോ? ഇല്ലല്ലോ. നമ്മൾ ഒന്നുകിൽ 3 അല്ലെങ്കിൽ 4 മണിക്കൂറോ അതിൽ കൂടുതലോ സമയം നമ്മൾ ഒന്നുകിൽ അത്തരം സോഷ്യൽ നെറ്റ്വർക്കുകൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അതൊക്കെ ഒരു സ്വാഭാവികമായിട്ട് ഒരു കോമൺ പ്രൊസീജിയറാണ്. പക്ഷേ നമ്മൾ പഠനത്തിന്റെ കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് ഇന്ന് നമ്മൾ 1 മണിക്കൂർ പഠിച്ചു കഴിഞ്ഞാൽ നാളെ നമ്മൾ 1 മണിക്കൂർ പോലും പഠിക്കത്തില്ല എന്നുള്ളതാണ് സാധാരണ ഒരു മത്സര പരീക്ഷയ്ക്ക് തുടക്കത്തിൽ തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ ചെയ്യുന്നത്. പക്ഷേ അവൻ ഒരു സീരിയസ് ആയിട്ടുള്ള ആസ്പിറന്റ് ആണെങ്കിൽ അവൻ ഇന്ന് 1 മണിക്കൂർ പഠിച്ചാൽ നാളെയും 1 മണിക്കൂർ പഠിക്കും, മറ്റന്നാൾ 1 മണിക്കൂർ പഠിക്കും. അങ്ങനെ സ്റ്റെബിലിറ്റിയോടുകൂടി അത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുവാൻ അവന് സാധിക്കും. മാത്രമല്ല അവൻ സിലബസ് കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പോകുന്നത്. സിലബസ് ഭംഗിയായിട്ട് തീർക്കാൻ പറ്റുന്നു. അതേപോലെ നമ്മുടെ അറിവും വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നു. മാത്രമല്ല പരീക്ഷയ്ക്ക് പോകുന്ന സമയത്ത് വളരെ ആത്മവിശ്വാസത്തോടു കൂടി നിങ്ങൾക്ക് എക്സാം ഹാളിൽ പോയിട്ട് ഏറ്റവും ഭംഗിയായിട്ട് പരീക്ഷ അറ്റൻഡ് ചെയ്യുവാൻ സാധിക്കും എന്നുള്ളതാണ്. അങ്ങനെ ഞാൻ ഈ ചരിത്രം എന്ന് പറയുന്ന ഭാഗത്ത് കേരള ചരിത്രമാണെങ്കിൽ ഇന്ത്യൻ ചരിത്രം ഇതെല്ലാം കൂടെ ചേർത്തിട്ട് 5 മാർക്കിന്റെ ക്വസ്റ്റ്യനാണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. ഇത്രയും സബ് ടോപ്പിക്കുകളാണ് നിങ്ങൾ പഠിക്കേണ്ടത്. അടുത്തത് നമ്മൾ ചരിത്രം കഴിഞ്ഞാൽ പിന്നെ വരുന്ന ജോഗ്രഫിയാണ്. ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ളൊരു സാധനമാണ്. കേരള ജോഗ്രഫി ഇഷ്ടമുള്ള ആൾക്കാരുണ്ട്, ഇന്ത്യൻ ജോഗ്രഫി ഇഷ്ടമുള്ള ആൾക്കാരുണ്ട്, അതേപോലെ വേൾഡ് ജോഗ്രഫി ഇഷ്ടമുള്ള ആൾക്കാരുണ്ട്. അപ്പൊ ഇതൊക്കെ ഇഷ്ടപ്പെട്ട മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നിങ്ങൾ ആദ്യമേ ഒരു പഠനം നടത്തിയിട്ട് പിന്നീട് നമ്മൾ സിലബസിനകത്തേക്ക് കേന്ദ്രീകരിച്ചു പോയാലും മതി. നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് ഇപ്പോ കേരളത്തിന്റെ ഭൂപ്രകൃതി, ജില്ലകൾ, സവിശേഷത ഇതൊക്കെ പഠിക്കാൻ ഭയങ്കര ആഗ്രഹമാണെന്ന് കരുതുക. എന്തായാലും നമുക്കറിയാം നദികളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് ചോദ്യങ്ങൾ സാധാരണ പരീക്ഷകളിൽ വരാറുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ നദികൾ എന്ന് പറയുന്ന ഭാഗങ്ങളൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് പഠിക്കുക. കേരളത്തിലെ നദികളും അതുപോലെ പടിഞ്ഞാറോട്ട് ഒഴുകുന്നത്, കിഴക്കോട്ട് ഒഴുകുന്നത്, ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് 2021 മുതൽ 2025 വരെയുള്ള വിവിധ പരീക്ഷകളിലെ കേരളത്തിലെ നദികളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഏതൊക്കെ ചോദ്യങ്ങളാണ് പരീക്ഷയ്ക്ക് ചോദിച്ചത്. ഇതൊക്കെ ഇങ്ങനെ നമ്മൾ സമയബന്ധിതമായിട്ട് പഠിച്ചു പോകണം. കണ്ടോ, ഇതൊക്കെ ഞാൻ പഠിച്ചു പോയ ഭാഗങ്ങളാണ്ടോ. വർത്തമാന പത്രങ്ങൾ പഠിച്ചതെല്ലാം ഇങ്ങനെ കണ്ടോ വരച്ച് നിങ്ങൾ പോകണം. അപ്പൊ നമ്മൾ അങ്ങനെ ജോഗ്രഫി 5 മാർക്കിന്റെ ചോദ്യങ്ങളാണ് മക്കളെ പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. അതുപോലെ എക്കണോമിക്സ് എന്ന് പറയുന്ന ഭാഗം വലിയൊരു ഭാഗമില്ല. നിങ്ങൾ ഏതൊരു പരീക്ഷയ്ക്ക് പോയാലും അവിടെ എന്തോ ഉണ്ടാവും? പ്ലാനിംഗ് കമ്മീഷൻ ഉണ്ടാവും, അല്ലേ? അത് നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ. പ്ലാനിംഗ് കമ്മീഷൻ, നീതി ആയോഗ്, അതേപോലെ നവ സാമ്പത്തിക പരിഷ്കാരങ്ങൾ, ഇതൊക്കെ എല്ലാ പരീക്ഷകളിലും കോമൺ ആയിട്ട് കാണുന്ന, ഹരിത വിപ്ലവം കോമൺ ആയിട്ട് കാണുന്ന. ഇതിങ്ങനെ പഠിച്ചു പോകണം.
അതായത് എക്കണോമിക്സിനകത്ത് നിന്ന് 5 മാർക്കിന്റെ ചോദ്യങ്ങളാണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടന മക്കളെ 8 ചോദ്യങ്ങളാണ് ക്വസ്റ്റ്യൻ പേപ്പറിനകത്തുള്ളത്. വലിയ പ്രധാനപ്പെട്ട ഭാഗം 8 ചോദ്യങ്ങൾ. ഇന്ത്യൻ ഭരണഘടന, അതിലെ പ്രധാനപ്പെട്ട ഭരണഘടനാ ഭേദഗതികൾ 42, 44, 52, 73, 74, 86, 91 ഇതൊക്കെ സ്ഥിരം ചോദ്യങ്ങളാണ്. സിലബസ് കേന്ദ്രീകരിച്ച് പഠിക്കണം. പഞ്ചായത്ത് രാജ് ഉറപ്പായിട്ടും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ഭാഗമാണ്. അതായത് 8 മാർക്കിന്റെ ചോദ്യങ്ങളാണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. ഏത്? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് 8 മാർക്കിന്റെ ചോദ്യങ്ങളാണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. മറന്നുപോകണ്ട. അത് കഴിയുമ്പോൾ കേരളം ഭരണ സംവിധാനം പുതിയൊരു സബ് ടോപ്പിക്കാണ്. 3 മാർക്കിന്റെ ചോദ്യങ്ങളാണ് ഉള്ളത്. കേരളത്തിലെ ദുരന്ത നിവാരണ അതോറിറ്റി, അതേപോലെ തണ്ണീർത്തട സംരക്ഷണം, തൊഴിലും ജോലിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ദേശീയ ഗ്രാമീണ തൊഴിൽ പദ്ധതികൾ, ഭൂപരിഷ്കരണങ്ങൾ, അതുപോലെയുള്ള വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സെഷൻസ് ആണിത്. കേരളത്തിലെ ഭരണ സംവിധാനം എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് 3 മാർക്കിന്റെ ചോദ്യം പരീക്ഷയ്ക്ക് ചോദിക്കും. ഒപ്പിച്ചൂടെ? അത് കഴിഞ്ഞാൽ നമ്മുടെ ബയോളജി എന്ന് പറയുന്ന ഭാഗമാണ്. എടാ കുഞ്ഞുങ്ങളെ, ബയോളജി എന്ന് പറയുന്ന ഭാഗത്ത് 4 ചോദ്യങ്ങളാണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. എത്ര ടോപ്പിക് ഉണ്ടെന്ന് ചോദിച്ചാല് 7 സബ് ടോപ്പിക്കുകളാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഈ 7 സബ് ടോപ്പിക്കിൽ നിന്നുള്ള 4 ചോദ്യങ്ങളാണ് ബയോളജി എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. ബയോളജിയും കഴിഞ്ഞു. അടുത്തത് ഫിസിക്സ് എന്ന് പറഞ്ഞാൽ വലിയൊരു ഭാഗമോ 3 മാർക്കിന്റെ ചോദ്യങ്ങളാണ്. 3 ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കും. 8 സബ് ടോപ്പിക്കുകൾ നോക്കിക്കേ. 8 സബ് ടോപ്പിക്കുകളാണ് അവിടെ കാണുന്നത്. ഭൗതിക ശാസ്ത്രത്തിന്റെ ശാഖകൾ, ദ്രവ്യം, യൂണിറ്റ്, അളവ്, തോത് ഒരു സബ് ടോപ്പിക്ക്. അവിടുന്ന് തുടങ്ങി ചലനം, പ്രകാശം, ശബ്ദം, ബലം, അതേപോലെ ഗുരുത്വാകർഷണം, ഏറ്റവും അവസാനം താപം, പ്രവൃത്തി, ഊർജം, പവർ, ഇത്രയും ടോപ്പിക്കുകളാണ് ഫിസിക്സിനകത്ത് നിന്ന് നിങ്ങൾക്ക് ചോദിക്കുന്ന 3 ചോദ്യം. ഇത്രയും സബ് ടോപ്പിക്കുകൾ നിങ്ങൾ പഠിക്കണം. ഓക്കെ ആണോ? അടുത്തത് കെമിസ്ട്രി ആണ്. കെമിസ്ട്രിക്കകത്ത് നിന്ന് 3 ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കും. 3 സബ് ടോപ്പിക്കുകളാണ് ഉള്ളത്. ആറ്റം, തന്മാത്ര, അങ്ങനെ പറയുന്ന ഭാഗങ്ങള്, മൂലകങ്ങളും ആവർത്തന പട്ടികയുമായിട്ട് ബന്ധപ്പെട്ട ഭാഗങ്ങള്, ലോഹങ്ങൾ, അലോഹങ്ങൾ, ലോഹസങ്കരങ്ങൾ എന്ന് പറയുന്ന മറ്റൊരു ഭാഗം. അവിടെ നിന്നും നിങ്ങൾക്ക് 3 ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കും. അപ്പോൾ ബയോളജിയും കഴിഞ്ഞു, കെമിസ്ട്രിയും കഴിഞ്ഞു, ഫിസിക്സും കഴിഞ്ഞു. അടുത്തത് കലാകായികം, സാഹിത്യം എന്ന് പറയുന്ന ഭാഗത്ത് 4 മാർക്കാണ് ചോദിക്കുന്നത്. ഓരോ ടോപ്പിക്ക്, കലയുണ്ട്, കായികമുണ്ട്, സാഹിത്യമുണ്ട്, സംസ്കാരമുണ്ട്. അപ്പൊ ഓരോ ടോപ്പിക്കിൽ നിന്നും ഓരോ ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ചോദിക്കാം. കല, കായികം കണ്ടോ? നിങ്ങളൊന്ന് ജസ്റ്റ് വായിച്ചു നോക്കിക്കേ. സിലബസ്, ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് ഞാൻ നിങ്ങൾക്ക് ആ ഗ്രൂപ്പിനകത്തേക്ക് ഷെയർ ചെയ്ത് തരാം. അതേപോലെ ഇത്രയും ഉണ്ട് കണ്ടോ, ഇത്രയും ഉണ്ട്. സാഹിത്യം കഴിഞ്ഞിട്ടില്ല, കല, കായികം കഴിഞ്ഞു. കായികം തന്നെ ഇത്രയും ഭാഗങ്ങളുണ്ട്. ഏഷ്യൻ ഗെയിംസ്, അതേപോലെ ആഫ്രോ ഏഷ്യൻ ഗെയിംസ്, കോമൺവെൽത്ത്, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ദേശീയ ഗെയിംസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അങ്ങനെ പോവുകയാണ്. പിന്നെ വരുന്നത് സാഹിത്യമാണ്. കേരളത്തിന്റെ സാഹിത്യപരമായിട്ടുള്ള ചോദ്യങ്ങൾ. അവിടെ കഥാപാത്രങ്ങൾ, കൃതികൾ, എഴുത്തുകാർ, ഓരോ പ്രസ്ഥാനത്തിലെയും പ്രധാന കൃതികൾ, കർത്താക്കൾ, അങ്ങനെ പറയുന്ന ജ്ഞാനപീഠം നേടിയ മലയാളികൾ, അതുമായിട്ട് ബന്ധപ്പെട്ട അനുബന്ധ വസ്തുതകൾ എന്നൊക്കെ പറയുന്ന വലിയൊരു ഭാഗമുണ്ട്. അതാണ് സാഹിത്യം എന്ന് പറയുന്ന ഭാഗം. അത് കഴിഞ്ഞ ശേഷം സംസ്കാരമുണ്ട്. അപ്പൊ കലാ, കായികം, സാഹിത്യം, സംസ്കാരം 4 മാർക്ക്, മൊത്തത്തിൽ 4 മാർക്കാണ്. അതിനുശേഷമാണ് കറണ്ട് അഫേഴ്സിൽ നിന്നും 10 ചോദ്യം പരീക്ഷയ്ക്ക് ചോദിക്കും. അതിനുശേഷം നമ്മുടെ വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ് മാത്സിനകത്ത് നിന്ന് 5 ചോദ്യം. മാത്സ് 5, അതേപോലെ മെന്റൽ എബിലിറ്റി 5. അപ്പൊ മാത്സ്, മെന്റൽ എബിലിറ്റിയും കൂടെ ചേർത്തിട്ട് 10 മാർക്ക്. പക്ഷെ ഈ പറയുന്ന ടോപ്പിക്കുകൾക്കൊന്നും വലിയ മാറ്റമൊന്നുമില്ല. എല്ലാ ടോപ്പിക്കും ഉണ്ട് കണ്ടോ, എല്ലാം പഠിക്കണം, എല്ലാ ടോപ്പിക്കും ഉണ്ട് കണ്ടോ. മെന്റൽ എബിലിറ്റി ആണെങ്കിൽ എല്ലാം ഉണ്ട്. 13 സബ് ടോപ്പിക്കുകൾ നിങ്ങൾ പഠിക്കേണ്ടതായിട്ട് വരുന്നു. അതിനുശേഷം ഇംഗ്ലീഷിന്റെ ഗ്രാമറിൽ നിന്ന് 5 ചോദ്യങ്ങൾ കാണും. അതേപോലെ വൊക്കാബുലറിക്കകത്ത് നിന്ന് 5 ചോദ്യങ്ങൾ. അപ്പം ചുരുക്കി പറഞ്ഞാൽ ഇംഗ്ലീഷിന്റെ ഗ്രാമറും വൊക്കാബുലറിയും കൂടെ ചേർത്തിട്ട്
5 10 ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കും. ഇനി നമുക്ക് മലയാളമാണ്. മലയാളത്തിനകത്ത് നിന്നും 10 ചോദ്യങ്ങൾ, പദശുദ്ധി, വാക്യശുദ്ധി, പരിഭാഷ എന്ന് പറയുന്ന 13 സബ് ടോപ്പിക്കിൽ നിന്നുള്ള 10 ചോദ്യം 10 മാർക്ക്. ഏറ്റവും അവസാനം സ്പെഷ്യൽ ടോപ്പിക്കാണ്. സ്പെഷ്യൽ ടോപ്പിക്ക് പോകുന്നത് ആദ്യം കാടുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. 6 ചോദ്യങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് കാണും. അതേപോലെ വൈൽഡ് ലൈഫ്, വനജീവിതവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് 7 ചോദ്യങ്ങൾ കാണും. അപ്പം വനജീവിതം ഈ പറയുന്ന ഈ 2 സബ് ടോപ്പിക്ക് 7 6 13 ചോദ്യങ്ങളാണ് ക്വസ്റ്റ്യൻ പേപ്പറിനകത്തുള്ളത്. ബാക്കിയുള്ള 7 മാർക്ക് പിന്നീടാണ് സ്പ്രെഡ് ആവുന്നത് കേട്ടോ. അതുപോലെ വെസ്റ്റേൺ ഗാർഡ്സ് ഒക്കെ ഉണ്ട് കണ്ടോ. അതെല്ലാം കൃത്യമായിട്ട് പഠിക്കണം. വനത്തെക്കുറിച്ചുള്ള നന്നായിട്ടുള്ള ഒരു അറിവ് നിങ്ങൾ നേടിയെടുക്കുക എന്നുള്ളതാണ് അവിടെ ഓർത്തിരിക്കേണ്ടത്. പിന്നെ നമ്മുടെ വനത്തെ സംരക്ഷിക്കുക, വന്യജീവികളെ സംരക്ഷിക്കുക എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് 5 ചോദ്യം ഉണ്ടാവും. അവിടെ ഇന്ത്യൻ ഫോറസ്റ്റ് ആക്ട് 1927, റിസർവ്ഡ് ഫോറസ്റ്റിനെ കുറിച്ചുള്ള പഠനം, ഇതെല്ലാം ആ ഒരു ഭാഗത്ത് നിന്ന് പഠിക്കേണ്ടതാണ്. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു അനാലിസിസ് അതാത് അധ്യാപകർ വന്നിട്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരും. അതിനുശേഷം അതേപോലെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അതായത് സെക്ഷൻ 43, സെക്ഷൻ 43A, ഈ പറയുന്ന സെക്ഷൻസ് ഒക്കെ ഒന്ന് ഭംഗിയായിട്ട് പഠിച്ചു വെച്ചോണം. 2 ചോദ്യങ്ങൾ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കും. ഇതാണ് നമ്മുടെ ഒരു സിലബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇങ്ങനെ ആധികാരികമായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു സിലബസ് ആണ് നിങ്ങളുടെ മുമ്പിലേക്ക് PSC കൃത്യമായിട്ട് എത്തിച്ചിരിക്കുന്നത്. അങ്ങനെ ഈ ഒരു സിലബസുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ കേന്ദ്രീകരിച്ച് മുമ്പോട്ട് പോകുമ്പോൾ ഈ 100 മാർക്കിന്റെ ഈ ഒരു സിലബസ് വളരെ ഭംഗിയായിട്ട് ഇനിയുള്ള ദിവസങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു മുമ്പോട്ട് പോവുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. സ്വാഭാവികമായിട്ട് നിങ്ങളുടെ കൂടെ നിങ്ങളെ സഹായിക്കുവാൻ ഒരു മെന്റർ ഉണ്ടെങ്കിൽ, ഒരു മെന്റർ നിങ്ങളോട് പറയുന്നു, മക്കളെ ഇതൊക്കെ ഇന്ന് പഠിക്കുക, ഇതൊക്കെ നാളെ പഠിക്കുക, എടാ ഇന്നലെ ഇതല്ലേ പഠിച്ചത്, അതിന്റെ പരീക്ഷ നമുക്ക് ഇന്ന് നടത്താം എന്നുൾപ്പെടെയുള്ള ഒരു മെന്റർ സപ്പോർട്ടും, അതുപോലെ തന്നെ നമ്മൾക്ക് റിസോഴ്സസ് തേടിപ്പോയി അലയാതെ അതെല്ലാം നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവന്ന് വെച്ച് തരുവാണെന്നുണ്ടെങ്കിൽ ഈ പഠനത്തിന്റെ തീവ്രത കൂടും, മാത്രമല്ല ഔട്ട്പുട്ടും കൂടും. അത് വസ്തുതയല്ലേ? നിങ്ങൾ സ്വന്തമായിട്ട് പഠിക്കുന്നതും അതേപോലെ ഒരാളുടെ സഹായത്തോടു കൂടി പഠിക്കുന്നതും രണ്ടും രണ്ടാണ്. ഒരാൾ നിങ്ങളെ സഹായിക്കുവാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് തോന്നുവാണ് ഇതിനു മുമ്പ് നടന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തു നോക്കാം. നിങ്ങൾ തേടി അലയേണ്ട, മെന്ററിനോട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ വ്യക്തമായിട്ട് ആ മെന്റർ സഹായിക്കത്തില്ലേ? കൃത്യമായിട്ട് പരീക്ഷകൾ നടത്തി തരത്തില്ലേ? നിങ്ങൾ ഇന്നലെ പഠിച്ച ടോപ്പിക്ക് അതിന്റെ ഒരു OMR പരീക്ഷ എഴുതണം ഓൺലൈനിൽ, അതിനുള്ള സൗകര്യം ഉണ്ടാവും. സോ ഇത്തരം സൗകര്യങ്ങൾ എല്ലാ രീതിയിലും സ്വാഭാവികമായിട്ട് ഇത്തരം പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അപ്പൊ ഇത്തരത്തില് നിങ്ങളുടെ പഠന നിലവാരം ഉയർത്തുക, പഠനത്തിന്റെ തീവ്രത വർദ്ധിപ്പിക്കുക. അടുത്ത 6 മാസം തീർച്ചയായിട്ടും ഈ ഒരു മിഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്രീകരിച്ചുകൊണ്ട് മുമ്പോട്ട് പോവുക എന്നുൾപ്പെടെയുള്ള വലിയ ദൗത്യത്തിലേക്ക് നിങ്ങളെ സഹായിക്കുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഏറ്റവും പുതിയ ബാച്ച് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഏറ്റവും പുതിയ ബാച്ചാണ് നമ്മൾ കോമ്പറ്റിറ്റീവ് ക്രാക്കറിലെ ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. സോ എല്ലാവർക്കും ഈ ഒരു ബാച്ചിലേക്ക് അഡ്മിഷൻ എടുത്തുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളെല്ലാം ഫലപ്രദമുള്ള ഔട്ട്പുട്ട് മാറ്റുക. വ്യക്തമായ പ്ലാനിങ്ങോടുകൂടി നിങ്ങൾ മുമ്പോട്ട് പോവുകയാണെങ്കിൽ ഈ പരീക്ഷ അടിച്ചെടുക്കുവാൻ സാധിക്കും. മറ്റുള്ളവർ പറയുന്ന നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളുടെ പിറകിന് പോകാതെ ദിവസങ്ങളെ കൃത്യമായിട്ട് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് കൃത്യമായ രീതിയിൽ ടൈം ടേബിൾ അറേഞ്ച് ചെയ്തുകൊണ്ട് അധ്യാപകർ പറയുന്ന കാര്യങ്ങൾ വൃത്തിയായിട്ട് പഠിച്ചുകൊണ്ട് മുമ്പോട്ട് പോയാൽ പരീക്ഷ ക്രാക്ക് ചെയ്യുവാൻ സാധിക്കും. സോ നിങ്ങളുടെ ഈ ഒരു ദൗത്യത്തിന്റെ ഭാഗമായിട്ട് ഞാനും നിങ്ങളുടെ അധ്യാപകനായിട്ട് കൂടെ ഉണ്ടാവും. സോ എല്ലാവർക്കും ഉപകാരപ്പെടാവുന്ന രീതിയിൽ ഈ ഒരു ബാച്ചിലേക്ക് അഡ്മിഷൻ എടുത്തുകൊണ്ട് ഈ 2025 നിങ്ങൾ ഈ വിളിച്ചിരിക്കുന്ന ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ പരീക്ഷ നമുക്ക് ഒരുമിച്ച് പഠിച്ചുകൊണ്ട് നേടിയെടുക്കാം. കൂടെ നിൽക്കുക. ഇൻട്രസ്റ്റിംഗ് സെഷനുമായിട്ട് വീണ്ടും കാണാം. സോ ബൈ.